ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിൽ നമ്മൾ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളും ട്രിക്കുകളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡൊക്കെ ടേസ്റ്റ് കൂട്ടാൻ അപ്പോൾ എളുപ്പത്തിലേക്ക് ഓരോന്ന് ചെയ്യാനൊക്കെ ഉള്ള വിദ്യകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് ഇന്ന് ലേസം പുഴമീൻ കിട്ടിക്കണം കേട്ടോ. അപ്പം മീൻ ഇപ്പോൾ ഈ മത്തി തന്നെ കൂട്ടിയതായപ്പോൾ നമുക്ക് കുറച്ചൊരു പുഴമീൻ ഒരാൾ തന്നതാട്ടോ, കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊന്ന് കറിയും വെക്കാം, കുറച്ച് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പിന്നെ അതിൻ്റെ ആ ചെള്ളൊക്കെ ഒന്നുണ്ട് വരുതികാണ്ട് പിന്നെ നമുക്ക് ഉപ്പിട്ടുകാണ്ട് മഞ്ചട്ടിയിലിട്ടുകാണ്ടൊക്കെ ഒന്ന് വരുതിയാൽ മതി. അപ്പോൾ നന്നായി കിട്ടും. അപ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാവും. അതൊക്കെ പോകണമെങ്കിൽ 2 ചീരുള്ളിയൊക്കെ അരിഞ്ഞുകാണ്ട് അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിത് കറി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നിക്കണ്. അപ്പോൾ അതിൽ ഞാൻ മൂത്ത മുറിയാട്ടത്, മൂത്ത മുറി എന്ന് അറിഞ്ഞില്ല എല്ലാവർക്കും, കണ്ണില്ലാത്ത മുറി. അപ്പോൾ അത് എടുത്തുകൊണ്ടുങ്ങാണ്ട് അതിക്ക് ലേശം തീക്കണൽ കോരിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് കണൽ അതിൽ കോരി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും ആരും നോക്കണ്ട. എന്താ വെച്ചാൽ ഈ പുകയില്ലാത്ത അടുപ്പ് പൊട്ടിപ്പൊളിഞ്ഞാൽ തേക്കാനൊന്നും കഴിയൂല. അപ്പോൾ അടുപ്പ് നല്ല ചൂടും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. വീഡിയോയിൽ കാട്ടുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിക്കണം തന്നെ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ കണലൊക്കെ തേങ്ങാമുറിക്ക് കോരിയിടുകയാണ് കേട്ടോ. ഇനി കണലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പൂണ്ടുകാണ്ട് ഒരു പപ്പടക്കോൽമ കുത്തിങ്ങാണ്ട് ഇങ്ങനെ സ്റ്റൗമ്മ കാണിച്ച് കൊടുത്താൽ മതി. എന്നാലും ഒരു ചുട്ട ഫീല് കിട്ടും. അപ്പോൾ നമ്മൾ കണലൊക്കെ കോരിയിടുകയാണ്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഉണ്ടാക്കിയ ഒരു കറിയാട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ 2 മുളക് കാശ്മീരി മുളകാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മറ്റേ മുളകിൻ്റെ പൊടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കണ്ടിടുമ്പോൾ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയിടാം. മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ മതി കേട്ടോ. പുഴമീനിൽ വല്ലാതെ മല്ലിപ്പൊടിയൊന്നും കൂട്ടില്ല. അപ്പോൾ അത് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും പിന്നെ 2-3 മുളകും ആണ് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വറവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ തേങ്ങ ചിരണ്ടിങ്ങാണ്ട് അതിൽ കൂട്ടിങ്ങാണ്ട് അരക്കാം. ഇനി തേങ്ങ ചിരണ്ടാൻ മടിയുള്ളവനാണെങ്കിൽ പൂണ്ടെടുക്കട്ടോ. നല്ല ചുട്ട തേങ്ങക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഇടിക്കാരട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പുളി കൂട്ടൂല. ഈ പുഴമീനിൽ നമ്മൾ പുളി കൂട്ടലില്ല. പുളി അതിക്ക് മാച്ചാവില്ല. ഇനി കൂട്ടണം എന്നുള്ളവരുണ്ടെങ്കിൽ വാളംപുളി കുറച്ച് പിഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുളിയില്ലാതെയാണ് അടുപ്പത്ത് വെക്കേണ്ടത്. അപ്പോൾ അതിന് തക്കാളി കുറച്ച് കൂടുതലിട്ട് കിട്ടുക. അപ്പോൾ വലിയ 2 തക്കാളിനെ നമ്മൾ ഇട്ടിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞാണ്ട് നമ്മൾ ചട്ടിയിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പത്താട്ട വെക്കൽ. അപ്പം ക്യാമറയ്ക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗമ്മൊക്കെ ആക്കിയതാണ്. അടുപ്പ് നല്ല ചൂടുള്ളതുകൊണ്ട് അടുപ്പുമ്പോൾ തന്നെയാണ് നമ്മളെല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ തക്കാളിയൊക്കെ നല്ല കൈ കൊണ്ട് നിരണ്ടിയാണ് പിയ്യണം കേട്ടോ. തക്കാളിയൊക്കെ പിയ്യുമ്പോൾ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലൊക്കെ തീർക്കുക. അച്ചലിക്കണ്ട് നല്ല മരണ്ടിയാണ് പിയ്യുമ്പോൾ നന്നായാണ് പിഞ്ഞ് കിട്ടും. അപ്പോൾ ആ തക്കാളി നന്നായി വെന്തതിന് ശേഷം മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമേ അതിലിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം മീനുണ്ടല്ലോ അതയക്കാണ്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ ഒരു നല്ല 1-2 തള തളിച്ചതിന് ശേഷം നമ്മൾ ആ ചുട്ട തേങ്ങയും മുളക് പൊടിയും ആ മസാലകളും എല്ലാം കൂട്ടി അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഈ കറി. അപ്പോൾ ആർക്കെങ്കിലും പുഴമീന ഏട്ടമീൻ തിണ്ട അങ്ങനത്തെ ഒക്കെ മാലാനി അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് ഈ കറി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ചെയ്ത് നോക്കണ്ടി. അപ്പോൾ നമ്മൾ ഇനി അതിക്കൊന്ന് വറവിടാം. അപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി നമ്മൾ ഇട്ടുക്കണേ. അപ്പോൾ അതൊന്ന് വറവിട്ടുകാണ്ട് കറിവേപ്പിലി ഒക്കെ ഇട്ടുകാണ്ട് ഒന്നുകൊണ്ട് വറവിട്ടുകാണ്ട് പെട്ടെന്ന് തന്നെ അടച്ച് മൂടി വെക്കട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകാണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് തന്നുകാണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു അപേക്ഷയാണ് കേട്ടോ. എന്താ വെച്ചാൽ ലൈക്ക് ആരും ചെയ്യണില്ല. വീഡിയോ നന്നാവാത്തതുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കണേ. അപ്പോൾ നന്നായിട്ട് വറവിട്ടുകാണ്ട് നമ്മളത് മൂടി വെച്ച്. അപ്പം നമ്മൾ വെണ്ടക്ക ഫ്രൈ ആണ് ഇട്ടെന്നേ. അപ്പോൾ എങ്ങനെയാണ് നല്ല ഡ്രൈ ആയി കിട്ടലേന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്ന ഒരു ട്രിക്കാട്ടെ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ വെണ്ടക്ക എല്ലാവരും ഇങ്ങനെയല്ല മുറിക്കൽ വട്ടത്തിൽ. അപ്പോൾ ഞാൻ മുറിക്കേണ്ടത് ഇങ്ങനെയല്ല കേട്ടോ. അപ്പോൾ 4 കീറാക്കിക്കാണ്ട് നീളത്തിലാട്ടോ മുറിക്കേണ്ടത്.
അപ്പോൾ ഒരു അത്യാവശ്യം മൂപ്പുള്ളതൊക്കെ ആണെങ്കിലും ഇതിൽ പോയിക്കോളും. നല്ല മൂപ്പുള്ളതല്ല, ഒരു അത്യാവശ്യം മൂപ്പുള്ളതൊക്കെ ഇതിൽ പോയി കിട്ടുട്ടാ. അപ്പോൾ ഇതിന് അതിൻ്റെ ആ വൈവൈപ്പൊക്കെ ഒന്ന് പോകാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനത് 4 കീറാക്കണുണ്ട്, വണ്ണം കുറഞ്ഞത് 2 കീറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിക്കാണ്ട് നമ്മളിങ്ങനെ ഒരു അരഞ്ചി വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുറിക്കേണ്ടത് അറിയാത്തവരും ഉണ്ടാച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ അത് മുറിച്ച് വെച്ചുകാണ്ട് നമുക്ക് ലേസം ഉപ്പ് അതിലുണ്ട് കുടഞ്ഞിടാം. പിന്നെ ഒരു പുളി ചെറുനാരങ്ങ ഞാൻ അതിൽ പിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിഞ്ഞ് കൊടുത്താൽ കുറേ ഈ വൈപ്പിന് കുറച്ച് ആക്കണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉപ്പുണ്ട് പാകാക്കി കൊടുക്കുക. ഒന്ന് കൈ കൊണ്ടൊന്ന് നിരട്ടിക്കാണ്ട്, അല്ലാതെ കിളുമ്പും വേണ്ട, കിളുമ്പിയാൽ പിന്നെ പറ്റതാവും. അതിൻ്റെ ആ ഷേപ്പൊക്കെ കൊണ്ട് വിടും. അപ്പോൾ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതും അടുപ്പുമ്പോൾ തന്നെയാണ് വെക്കൽ. അപ്പം ഇനി ഗ്യാസ് സ്റ്റൗമ്മലാണ് വെച്ചിട്ടുണ്ടത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് ഇത് തീക്കണ്ട് പരത്തിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അതിന് ഫ്രൈ പാൻ്റെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിട്ട് കൊടുത്തുകാണ്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടിക്കാണ്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടിക്കെടുക്കട്ടെ. അപ്പം എരിവിനുള്ളത് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വേവട്ടെ. അപ്പോൾ 2 മിനിറ്റ് മൂടിയതിന് ശേഷം ഞാനിത് തുറന്നുകാണ്ട് ഇനി നമുക്ക് തുറന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനത് അടുപ്പുമൊക്കെ മാറ്റിക്കണം കേട്ടോ. അതിക്കുള്ള മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ചട്ടി വെച്ചുകാണ്ട് ചീൻചട്ടി വെച്ചുകാണ്ട് നമുക്ക് മീൻ പൊരിക്കാണ്ട്, അപ്പോൾ അതൊന്നും ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മസാല കുഴച്ച മീനാണിട്ടത്, പൊയ്മീൻ. അപ്പോൾ അതൊന്ന് കായം തേച്ചതാണ്. അപ്പോൾ അതൊന്ന് ചട്ടിക്കിട്ട് കൊടുക്കണേ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇതിൽ ചേരില്ല കേട്ടോ. മുളക് പൊടിയും ഒരു ലേശം പുളിയും ചേർത്തുകണ്. അങ്ങനെ ആണിട്ടത് ചട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പൊയ്മീനൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലേ, അത് പെട്ടെന്ന് കിട്ടില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ വലിയ പഞ്ചല്ല കേട്ടോ, ഞങ്ങളെ നാട്ടിലൊക്കെ നല്ല പൊയ്മീൻ കിട്ടും. അപ്പോൾ അവിടുന്ന് കിട്ടിയത് തന്നെയാണ്, കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ വലുതൊക്കെ കയറ്റി പോകും, പിന്നെ ഈ ചെറിയത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വെണ്ടക്കഥ അവിടെ ഡ്രൈ ആയി വന്നിക്കണം കേട്ടോ. അപ്പം നമ്മൾ അതിക്ക് എന്താ ഇട്ട് കൊടുക്കുന്നറിയാം, ഈ ചതച്ച മുളക് പൊടിയില്ലേ, അത് കുറച്ച് വെതരി കൊടുക്കുകയാണ് കേട്ടോ. ഇനി കുരുമുളക് പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് ആണ് ഇതിലേക്ക് ചേരുന്നത്. അപ്പോൾ ആ ചതച്ച മുളക് പൊടി ഞാൻ കുറച്ച് അതിലേക്കുണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ശേഷം കരിവേപ്പിലിട്ടാൽ നന്നായിട്ടുണ്ട് ഇതായിക്കണേ. അപ്പം ഇനി കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനൊരു കൂട്ടാണ്ടായാൽ ചോറ് തിന്നാൻ നല്ല സൂപ്പറായിട്ടാണ്. ഈ ലഞ്ച് കൊണ്ടുപോകുന്നവർക്കൊക്കെ അങ്ങനെയും കൊണ്ടുപോവാം. നല്ലാണ്ട് ചോറിൽ ഇങ്ങനെ ഇടുമ്പോഴേ നല്ലൊരു കാണാൻ തന്നെ ഒരു രസമാണ്. ഇക്കാരം കഴിക്കാനും ഏറ്റവും രസമാട്ടാ. അപ്പോൾ നമ്മൾ അത് ആ ട്രിക്കാണ്ടത്. അപ്പോൾ അതാണ് കഴിഞ്ഞിക്കണേ. അപ്പം നമുക്കാണ് മൂടി വെക്കുക. പിന്നെ നമ്മൾ വൈകുന്നേരം ലേശം ചായക്കടി ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ ഈ നല്ല തൊലി കറുത്ത പഴം ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെ തൊലി കറുത്ത പഴട്ടത്. അപ്പം ഇപ്പം അങ്ങനെ തൊലി കറുത്താൽ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറ്റില്ല, ഓൽക്കൊക്കെ നല്ല കറോടൊക്കെ കിട്ടണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അത് വേസ്റ്റായി പോവുകയാണ്. ഈ കര അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ടൊരു നല്ലൊരു ചായക്കടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനതൊരു 3 കീറാക്കി കാണ്ടേണ്ട് നീട്ടി കീറി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കാണ്ട് കുറച്ച് നെയ്യാട്ടോ ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി നെയ്യില്ലെങ്കിൽ ഓയില വെളിച്ചെണ്ണ എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ലേശം നെയ്യ് ഒഴിച്ചെടുത്തുക്കണേ. ഇനി അത് ആ പഴം കൊണ്ട് നമുക്കിതിൽ വാട്ടിയെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്യണവരോടും ലൈക്ക് ചെയ്യണവരോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദികളോടുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുണ്ട് പയണ്ട് വാട്ടിയെടുത്തിക്കണേ. അപ്പം നമുക്ക് എന്താ പണിന്നാ ലേശം ഇത്തിരി നെയ്യും കൂടി ആക്കിക്കാണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അതിലുണ്ട് പിന്നെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 2 ഏലക്കായ ഇട്ടിക്കണേ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അതൊന്നും നമ്മളെടുത്തില്ല. അപ്പോൾ 2 ഏലക്കായ ചതച്ചുകാണ്ട് അതിൽ ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ കുറച്ച് അവിലും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ, ഒന്ന് കടിക്കാൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിലിട്ടിക്കേണ്ടത്.
അപ്പോൾ കുറച്ച് തേങ്ങ അതിലിട്ട് കൊടുത്തിക്കണ്. അപ്പം ഇനി പഞ്ചസാര വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. പഞ്ചസാര കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഒന്നുണ്ട് വാട്ടിയെടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒരു മുട്ട പിന്നെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഒരു തവി മൈദപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ പാകത്തിന് ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കുണ്ട് അടിച്ചെടുക്കുക. അടിച്ചുകാണ്ട് ഇത് കൊടുക്കുക തന്നെ, ആ മിക്സിൻ്റെ ജാറ് കൊടുക്കുക തന്നെ നമുക്ക് ഈ ചട്ടി കണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഒന്നുണ്ട് എണ്ണ പരട്ടണമെങ്കിൽ പരട്ടണമെങ്കിൽ പരട്ടണ്ട. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇനി ഒന്ന് മൂടിങ്ങാണ്ട് ഒന്ന് വെന്തോട്ടെ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതിന് മേലെ നമുക്ക് ഈ ഫില്ലിങ് ഉണ്ടല്ലോ അത് അയക്കാണ്ട് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ പായം മടക്കുമ്പോൾ ഓരോരോ ഇതിൻ്റെ പഴത്തിൻ്റെ ഓരോരോ പുളി അതിക്ക് വെച്ച് കൊടുക്കുക. ഓരോരോ മടക്ക് ഇങ്ങനെ മടക്കി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ചൂട് കൊടുക്കുക തന്നെ മടക്കി പിന്നെ അടി ഓഫാക്കണം കേട്ടോ, എന്നെങ്കിലേ ഇത് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ വന്നാൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ പൊത്തു പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ പിന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരു കേക്കിൻ്റെയൊക്കെ മാതിരി തോന്നും കേട്ടോ. നല്ല ടേസ്റ്റി ആയൊരു കടിയാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫുള്ളായിട്ടൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മൾ ചായക്കടിയൊക്കെ റെഡി ആക്കണേ. അപ്പോൾ ഞാൻ മുറിച്ചത് ഒരു പീസിങ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി വരും, നല്ലൊരു പിന്നെ കടിയാണ്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.